അപ്പോ നമ്മള് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, ആ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ നോട്ട്ബുക്കിലൊന്നും ചെയ്തിട്ടില്ല. വെരിഫൈ ഗോസ് divergence theorem. Verify Gauss divergence theorem. Gauss divergence theorem over the cube bounded by the planes x is equal to 0, x is equal to 1, x is equal to 0, x is equal to 1, y is equal to 0, y is equal to 1, z is equal to 0, z is equal to 1 for the vector field. F vector xyz is equal to x square minus yzi plus y square minus xzj plus z square minus xyk. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഗോസ് ഡൈവേർജൻസ് തിയറം നമുക്ക് വെരിഫൈ ചെയ്യണം. നമുക്ക് തന്നിട്ടുള്ള ഇതൊരു ക്യൂബിന്റെ പുറത്താണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ക്യൂബ് അവർ വ്യക്തമായി തന്നിട്ടുണ്ട്. x 0 മുതൽ 1 വരെ, y 0 മുതൽ 1 വരെ, z 0 മുതൽ 1 വരെ ഓവർ ദ വെക്റ്റർ ഫീൽഡ് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഈ സർഫസ് ഇപ്പൊ ഞാൻ എന്തായാലും സർഫസ് ഇപ്പൊ മാർക്ക് ചെയ്യുന്നില്ല, എനിക്ക് അത് ആവശ്യമുണ്ട്. പിന്നെ അത് വലിയ കാര്യമൊന്നുമല്ല. നമ്മുടെ സർഫസ് എന്ന് പറയുന്നത് ഒരു ക്യൂബാണ്. നമ്മുടെ സർഫസ്. ആ സർഫസ് ഓക്കെ 0 to 1 0 to 1 0 to 1 ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഈ ക്യൂബാണ് നമ്മുടെ സർഫസ്. ഈ ക്യൂബിന്റെ അകത്തുള്ളതാണ് സോളിഡ് നമ്മുടെ ജി. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിലാണ് നമ്മുടെ ഗോസ് ഡൈവേർജൻസ് തിയറം വെരിഫൈ ചെയ്യാനുള്ളത്. ഇതാണ് നമ്മുടെ ടാസ്ക്. ശരി, അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുന്നു. ഞാൻ ജസ്റ്റ് ഈ സർഫസ് വരച്ചതേ ഉള്ളൂ. ഞാൻ ഗോസ് ഡൈവേർജൻസ് തിയറം ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. ഗോസ് ഡൈവേർജൻസ് തിയറം പറയുന്നത് എന്താണ്? ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് വെക്ടർ ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ്. നിങ്ങൾക്കറിയാം സിഗ്മ എന്ന് പറയുന്നത് ഞാനിപ്പോ വരച്ച ക്യൂബിന്റെ സർഫസ് ആണ്. ആ സർഫസിന്റെ പുറത്തൂടെ നമ്മൾ ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. എഫ് വെക്ടർ ഡോട്ട് എൻ ക്യാപ്പ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകണം. എൻ ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് നോർമൽ വെക്ടർ ആണ്. ഓവർ ഡി എസ് സർഫസ് ഇന്റഗ്രൽ. അതാണ് നമ്മൾ ചെയ്യുന്നത്. ദിസ് ഇസ് ഗോയിങ് ടു ബി ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഡൈവേർജൻസ് ഓഫ് എഫ് വെക്ടർ ഡി ബി. നമ്മുടെ ഇന്റഗ്രേഷൻ വോള്യത്തിലാണ്. അപ്പൊ ഞാൻ ഈ വരച്ച ക്യൂബ് അതൊരു സോളിഡ് ആയി കണ്ടുകൊണ്ട് അതിന്റെ അകത്തേക്കും ഇന്റഗ്രേറ്റ് ചെയ്യണം. therefore ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി ഡൈവേർജൻസ് ഓഫ് എഫ് വെക്ടർ ഡി ബി. ഇതാണ് നമ്മുടെ ഗോസ് ഡൈവേർജൻസ് തിയറം പറയുന്നത്. ഗോസ് ഡൈവേർജൻസ് തിയറത്തിന്റെ ഫോർമുല നമ്മുടെ അടുത്ത് ഇതാണ് വെരിഫൈ ചെയ്യാൻ പറയുന്നത്. അതായത് ഇടത് ഭാഗത്തുള്ള ആളെ പ്രത്യേകം കണ്ടുപിടിക്കണം, വലത് ഭാഗത്തുള്ള ആളെ പ്രത്യേകം കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച രണ്ട് വാല്യൂ ഈക്വൽ ആണെന്ന് തെളിയിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രൂഫ് കഴിഞ്ഞു. ഇതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. സോ ഞാനിപ്പോ എന്തായാലും വലത് ഭാഗത്തുള്ള കാര്യമാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി ഡൈവേർജൻസ് ഓഫ് എഫ് വെക്ടർ ഡി ബി.
അപ്പൊ അതിനെന്തായാലും എനിക്ക് ഡൈവേർജൻസിന്റെ ആവശ്യം, ഡൈവേർജൻസ് ഓഫ് എഫ് വെക്ടറിന്റെ ആവശ്യമുണ്ട്. ഞാൻ ഡൈവേർജൻസ് കണ്ടുപിടിക്കാൻ പോകുന്നു. ഡൈവേർജൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫിന്റെ ഐ കമ്പോണന്റ് എക്സ് സ്ക്വയർ മൈനസ് വൈ ഇസഡ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് ഇസഡ് പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഇസഡ് സ്ക്വയർ മൈനസ് എക്സ് വൈ. ഇതാണ് ഡൈവേർജൻസിന്റെ ഫോർമുല. എഫക്റ്റിന്റെ ഡൈവേർജൻസ് ഇങ്ങനെ കണ്ടുപിടിക്കും. ഡോ ബൈ ഡോ എക്സ്, ഇയാളുടെ ഡോ ബൈ ഡോ എക്സ് 2x, ഇയാളുടെ ഡോ ബൈ ഡോ വൈ 2y, ഇയാളുടെ ഡോ ബൈ ഡോ ഇസഡ് 2z. അപ്പൊ നമുക്ക് ഡൈവേർജൻസ് കിട്ടി. നമ്മൾ ഈ ഡൈവേർജൻസിനെ ട്രിപ്പിൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഡൈവേർജൻസിനെ ട്രിപ്പിൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി ഡൈവേർജൻസ് ഓഫ് എഫ് വെക്ടർ ഡി വി. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഡൈവേർജൻസ് എന്ന് പറയുന്നത് 2x plus 2y plus 2z ആണ്. നമ്മളിപ്പോ കണ്ടുപിടിച്ചു. അപ്പൊ 2 into x plus y plus z. ഡി വി വോളിയം എന്ന് പറയുന്നത് dx dy dz. ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എക്സിന്റെ വേരിയേഷൻ 0 മുതൽ 1 വരെ, വൈയുടെ വേരിയേഷൻ 0 മുതൽ 1 വരെ, ഇസഡിന്റെ വേരിയേഷൻ 0 മുതൽ 1 വരെ. കഴിഞ്ഞു. Therefore ഇവിടെ 2 കോമൺ ആണ്, കോൺസ്റ്റന്റ് ആണ്, വെളിയിൽ എടുത്തു. ഞാൻ ആദ്യം എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇയാൾ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ഇവിടെ y കോൺസ്റ്റന്റ് ആണ് വൈ എക്സ്, ഇസഡും കോൺസ്റ്റന്റ് ആണ് ഇസഡ് എക്സ്. ലിമിറ്റ് കൊടുക്കുന്നു 0 മുതൽ 1 വരെ, 0 മുതൽ 1 വരെ dy dz, dy dz. Therefore this is equal to 2 into ഡബിൾ ഇന്റഗ്രൽ എക്സിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ 1/2 പ്ലസ് y into 1 പ്ലസ് ഇസഡ് into 1. 0 കൊടുക്കുമ്പോൾ 0 സ്ക്വയർ ബൈ 2 0, y into 0 വീണ്ടും 0, ഇസഡ് into 0 0. 0 മൈനസ് ചെയ്താൽ ഒന്നും ആവുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ എഴുതുന്നു dy dz. വൈയുടെ വേരിയേഷൻ 0 മുതൽ 1 വരെ, ഇസഡിന്റെ വേരിയേഷൻ 0 മുതൽ 1 വരെ. ഇനി നമുക്ക് y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. 2 കോൺസ്റ്റന്റ് ആയി വെളിയിലുണ്ട്. 1/2നെ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y/2, y-നെ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y സ്ക്വയർ ബൈ 2. z കോൺസ്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യും, അതുകൊണ്ട് z into y. ലിമിറ്റ് 0 മുതൽ 1 വരെ. Therefore നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നു. ലിമിറ്റ് 0 മുതൽ 1 വരെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ആദ്യം 1 ലിമിറ്റ് കൊടുക്കുന്നു. Therefore this is equal to 2 into integral 0 to 1. 1 കൊടുക്കുമ്പോൾ 1/2 plus 1/2 y square by 2 ആണ്, 1 square by 2 plus z into 1 z. പിന്നെ 0 ആണ്, 0/2 plus 0 square by 2 plus z into 0. ഫുൾ 0 ആണ്, മൈൻഡ് ചെയ്യുന്നില്ല, കഴിയും. ഇയാളെ ഇനി z വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. നമ്മൾ നോക്കുമ്പോൾ 2 into 1/2 plus 1 1 ആണ്, പ്ലസ് z dz. dz 0 to 1 ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. നമ്മുടെ എന്താണ് 1 കോൺസ്റ്റന്റ് ആണ്, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ z കിട്ടും. ഇസഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ z സ്ക്വയർ ബൈ 2 കിട്ടും. ലിമിറ്റ് 0 മുതൽ 1 വരെ. ലിമിറ്റ് കൊടുക്കുന്നു 2 into അപ്പർ ലിമിറ്റ് 1 plus 1 square by 2 1/2 plus 0 plus 0 square by 2 0 again. 2 into 1 plus 1/2 3/2. 2 into മെട്ടിക്കളയുന്നു 3. കഴിഞ്ഞു. അതായത് നമ്മൾ വലത് ഭാഗത്തുള്ള ഡൈവേർജൻസ് ഓഫ് എഫ് വെക്ടർ ഡി വി കണ്ടുപിടിച്ചു. അതിന്റെ ഉത്തരം 3 ആണ്. നമ്മൾ ഇനി ഇടത് ഭാഗത്തുള്ള ആളെ കണ്ടുപിടിക്കണം. ഇടത് ഭാഗത്തുള്ള ആളെ കണ്ടുപിടിക്കണം. അതായത് നമ്മൾ ഇനി കണ്ടുപിടിക്കാനുള്ളത് ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ സർഫസ് ഇന്റഗ്രൽ എഫ് വെക്ടർ ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ്, എൻ ക്യാപ്പ് ഡി എസ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, കഴിഞ്ഞു. ഈ പുള്ളിക്കാരനെ ഞാൻ ഇവിടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളോടെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഈ ഫിഗർ ഒന്നും കൂടെ വരയ്ക്കുകയാണ്. അതാണ് എന്റെ ടാസ്ക്. അപ്പൊ ഞാൻ ഫിഗറിലേക്ക് പോകുന്നു.
നമ്മുടെ സർഫസിന്റെ ഫിഗർ ആണ് ഒന്നും കൂടെ വരയ്ക്കുന്നത്. സ്ക്വയർ ആണ് നമ്മുടെ, സോറി ക്യൂബ് ആണ് നമ്മുടെ സർഫസ്. അപ്പൊ ക്യൂബ് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാം. എക്സ് വൈ ഇസഡ്, ഇതാണ് നമ്മുടെ ക്യൂബ്. ഓക്കെ ഡൺ. ഓക്കെ ഡൺ. അപ്പൊ നമ്മുടെ ക്യൂബ് ഇതാണ്. നിങ്ങൾ നോക്കുക, ഈ ക്യൂബ് മുഴുവനായിട്ടിരിക്കുകയാണ്. ഡൺ. അപ്പൊ ഈ ഒരു ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ക്യൂബിന് 6 ഫേസസ് അവൈലബിൾ ആണ്. 6 ഫേസസ് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഈ 6 ഫേസുകളെ പറ്റിയിട്ടാണ് ഇവിടെ, അതായത് ഞാൻ ഈ ഹോൾ സർഫസിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഓരോ സർഫസിലും ഇന്റഗ്രേറ്റ് ചെയ്ത്, ഓരോ അതിന്റെ ഫേസിലും ഇന്റഗ്രേറ്റ്, 6 ഫേസിലും ഇന്റഗ്രേറ്റ് ചെയ്ത് അവരെല്ലാവരെയും കൂടെ കൂട്ടി വെക്കാനാണ് പോകുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ ഈ ക്യൂബിന്റെ സർഫസിലാണ് എനിക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് വെക്ടർ എൻ ക്യാപ് ഡി എസ് കണ്ടുപിടിക്കാനുള്ളത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഞാൻ ചെയ്യുന്നത് എന്താണ്, ഈ ക്യൂബിന്റെ 6 സർഫസുകളിലും പ്രത്യേകം ഇന്റഗ്രേറ്റ് ചെയ്ത് അവരെ എല്ലാവരെയും കൂടെ സം ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഈ പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ടോപ്പ് ആയിട്ടുള്ള സർഫസിനെ, അതായത് ക്യൂബിന്റെ മുകളിലുള്ള ഈ സർഫസിനെ ടോപ്പ് സർഫസ് ടി എന്ന് മാർക്ക് ചെയ്യുന്നു. അതേസമയം താഴെയുള്ള സർഫസിനെ ബോട്ടം സർഫസ് ബി എന്ന് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ലെഫ്റ്റിലോട്ടുള്ള സർഫസിനെ എൽ എന്ന് മാർക്ക് ചെയ്യുന്നു, റൈറ്റിലോട്ടുള്ള സർഫസിനെ ആർ എന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്ന സർഫസിനെ ഞാൻ മാർക്ക് ചെയ്യുന്നത്, ഈ സർഫസിനെ ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് എഫ് എന്നും, അതേസമയം ബാക്കിലേക്ക് ഇരിക്കുന്ന സർഫസിനെ ബാക്ക് സർഫസ് അത് ബി എ എന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇത് ഫിഗറിൽ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും, എനിക്കറിയാം. ഞാൻ അതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ക്യൂബ് 6 സർഫസ് ഉണ്ട്. ഈ 6 സർഫസിലും പ്രത്യേകം ഇന്റഗ്രേറ്റ് ചെയ്ത് ഇവരെ എല്ലാവരെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പെർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓരോ സർഫസിലും പ്രത്യേകം ഇന്റഗ്രേറ്റ് ചെയ്ത് അവരെല്ലാവരെയും കൂടെ ആഡ് ചെയ്യാനാണ് പോകുന്നത്. അതിന് മുകളിലുള്ള സർഫസിന് ടോപ്പ് സർഫസ്, താഴെയുള്ളതിന് ബോട്ടം സർഫസ്. വേണമെങ്കിൽ ബി ഒ എന്ന് എഴുതാം, ബോട്ടം. ഇനി ലെഫ്റ്റിലോട്ടുള്ള സർഫസ് എസ്, റൈറ്റിലോട്ടുള്ള സർഫസ് ആർ, ഫ്രണ്ടിലേക്ക് ഇരിക്കുന്ന സർഫസ് എഫ്, ബാക്കിലേക്ക് ഇരിക്കുന്ന സർഫസ് ബി എ. ഇങ്ങനെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഇരിക്കുന്ന സർഫസുകളെ മാർക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ദ ഗോസ് ഡൈവേർജൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ കണ്ടുപിടിക്കുന്നത് ഔട്ട്വേർഡ് ഫ്ലക്സ് ആണ്. അതായത് ഈ വാല്യൂ ഔട്ട്വേർഡ് ഫ്ലക്സിന്റെയാണ് ഈ പെർട്ടിക്കുലർ വാല്യൂ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് വെക്ടർ ഡോട്ട് എൻ ക്യാപ് ഡി എസ് എന്ന് പറയും. ഈ ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടോപ്പ് സർഫസ് നോക്കുക. ടോപ്പ് സർഫസിൽ നിന്ന് പുറത്തേക്കായിരിക്കും പോകുന്നത്, ടോപ്പ് സർഫസിൽ നിന്ന് മുകളിലേക്ക്, ഔട്ട്വേർഡ് അല്ലേ. ഈ ക്യൂബിന്റെ അകത്ത് നിന്ന് പുറത്തേക്കാണ് പോകുന്നത്. ഈ ക്യൂബിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ടോപ്പിൽ നിന്ന് മുകളിലേക്കായിരിക്കും പോകുന്നത്. മുകളിലേക്ക് പോകുന്നതെല്ലാം പോസിറ്റീവ് ഓറിയന്റേഷൻ ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം നിങ്ങൾ ബോട്ടം നോക്കുകയാണെങ്കിൽ ഔട്ട്വേർഡ് ഫ്ലക്സ് ബോട്ടത്തിൽ നിന്ന് താഴേക്കായിരിക്കും പോകുന്നത്. ഔട്ട്വേർഡ് ഫ്ലക്സ് ക്യൂബിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പോകണം. അകത്ത് നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ബോട്ടം സർഫസിൽ നിന്ന് താഴേക്കായിരിക്കും പോകുന്നത്. താഴേക്ക് പോകുന്നത് നെഗറ്റീവ് ഓറിയന്റേഷൻ ആണ്. ഇനി അതേസമയം ഔട്ട്വേർഡ് ഫ്ലക്സ് ക്യൂബിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സർഫസിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും. റൈറ്റ് സൈഡുള്ള ഈ സർഫസിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും, അതിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും പോകുന്നത്. റൈറ്റിലേക്ക് പോകുന്നത് പോസിറ്റീവ് ഓറിയന്റേഷൻ ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേസമയം ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ നെഗറ്റീവ് ഓറിയന്റേഷൻ.
ഇനി ഫ്രണ്ട് എഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ എഫ് ഫ്രണ്ടിലേക്കാണ്, ഔട്ട്വേർഡ് ഫ്ലക്സ് ആകുമ്പോൾ ഫ്രണ്ടിലേക്കാണ് വരുന്നത്. ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ പോസിറ്റീവ് ഓറിയന്റേഷൻ, ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ നെഗറ്റീവ് ഓറിയന്റേഷൻ. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം, നമ്മളിത് പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഞാൻ പഠിച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നത്. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ കാര്യം ചെയ്യാൻ സിഗ്മ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ ചെയ്യാൻ ഞാൻ ക്യൂബിന്റെ 6 സർഫസിലും പ്രത്യേകം ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. ഇന്റഗ്രേഷന് മുമ്പ് എനിക്ക് പല കാര്യങ്ങളും നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്, അതാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. 6 സർഫസ്, ടോപ്പ് ബോട്ടം, ലെഫ്റ്റ് റൈറ്റ് ബാക്ക് ഫ്രണ്ട്. ഇതില് ഓറിയന്റേഷൻ ഔട്ട്വേർഡ് ഫ്ലക്സ് ആണ്, ഔട്ട്വേർഡിലേക്കാണ് ഓറിയന്റേഷൻ. ക്യൂബിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ടോപ്പിൽ നിന്ന് മുകളിലേക്ക്, ബോട്ടത്തിൽ നിന്ന് താഴേക്ക്, റൈറ്റിൽ നിന്ന് റൈറ്റിലേക്ക്, ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, ഫ്രണ്ടിൽ നിന്ന് ഫ്രണ്ടിലോട്ട്, ബാക്കിൽ നിന്ന് ബാക്കിലോട്ട്, അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ ഫേസിന്റെയും ഓറിയന്റേഷന്റെ ഡയറക്ഷൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, റെസ്പെക്റ്റീവ്ലി പോസിറ്റീവ് നെഗറ്റീവ് അല്ല. കഴിയും. അപ്പൊ നമ്മൾ നേരെ കാര്യത്തിലേക്ക് പോകുന്നു. അപ്പോ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് വെക്ടർ ഡോട്ട് എൻ ക്യാപ് ds is equal to double integral over top surface f vector dot n cap ds plus double integral over the bottom surface bo f vector dot n cap ds plus double integral over right surface f vector dot n cap ds plus double integral over left surface f vector dot n cap ds, double integral over the front surface f vector dot n cap ds, and finally double integral over back surface f vector dot n cap ds. ഞാൻ ഈ 6 പേരെയും പ്രത്യേകം കണ്ടുപിടിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ 6 പേരെയും പ്രത്യേകം കണ്ടുപിടിക്കുന്നു, ആഡ് ചെയ്യുന്നു. ശരി, അപ്പൊ ഞാൻ ആദ്യം എന്തായാലും ടോപ്പ് സർഫസിന്റെ കാര്യത്തിലേക്ക് പോവാം. ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ ടോപ്പ് സർഫസ് എഫ് വെക്ടർ ഡോട്ട് എൻ ക്യാപ് ds. സർഫസ് ഇന്റഗ്രലിനെ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ റീജിയൻ ആർ, ടോപ്പ് സർഫസിന്റെ റീജിയൻ RT എന്ന് മാർക്ക് ചെയ്യുന്നു. എഫ് വെക്ടർ ഡോട്ട് എൻ വെക്ടർ DA ഇങ്ങനെ കൺവേർട്ട് ആവുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫ് വെക്ടർ ഡോട്ട് എൻ വെക്ടർ DA ഡൺ. ഇനി എൻ വെക്ടർ ടോപ്പ് സർഫസ് ആണ്. നമുക്ക് ഫിഗറിലേക്ക് തിരിച്ചു പോവാം. ടോപ്പ് സർഫസ് മുകളിലേക്ക് പോകുന്നു. ഇത് ടോപ്പ് സർഫസിന്റെ ഇക്വേഷൻ z equal to 1 ആണ്. പൊക്കം 1 ആയി മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്ലെയിൻ. അപ്പൊ ടോപ്പ് സർഫസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് z equal to 1 ആണ്. z equal to 1 ആണ് നമ്മുടെ ടോപ്പ് സർഫസ്. അപ്പൊ ഇയാളുടെ n ക്യാപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഓറിയന്റേഷൻ ആണ്. therefore this is going to be dou g by dou x minus dou g by dou x into I minus dou g by dou y into j plus k. z is equal to g ആണെങ്കിൽ, z is equal to g of xy ആണെങ്കിൽ ഇതായിരിക്കും ഫോർമുല. നമുക്ക് z is equal to 1 ആണ് കിട്ടിയത്. 1ന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y 0 ആണ്. 1ന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y 0 ആണ്. പിന്നെ k മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങളുടെ n ക്യാപ്പ് ഈ കേസിൽ വെറും k ആയിരിക്കും. n ക്യാപ്പ് അല്ല n വെക്ടർ വെറും k ആയിരിക്കും. കഴിഞ്ഞു. ഇവിടെ z equal to 1 ആണ്. നമുക്കിവിടെ x y ലായിരിക്കും ഇന്റഗ്രേഷൻ. z equal to 1 ഇക്വേഷൻ x y ലായിരിക്കും ഇന്റഗ്രേഷൻ. therefore this particular thing is going to be double integral f vector നമ്മുടെ കയ്യിലുണ്ട്. something into I plus something into j plus something into k dot n vector. n വെക്ടറിൽ i കമ്പോണന്റോ j കമ്പോണന്റോ ഇല്ല. അപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ i കമ്പോണന്റും j കമ്പോണന്റും താഴെ 0 ആയി മാറും. കാരണം ഇത് 0 into I plus 0 into j plus 0 into k. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ i കമ്പോണന്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, j കമ്പോണന്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, k കമ്പോണന്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ i കമ്പോണന്റ് j കമ്പോണന്റ് 0 ആയതുകൊണ്ട് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് രണ്ടും ഇല്ലാതായി പോകും. അവസാനം k കമ്പോണന്റ് മാത്രം. k കമ്പോണന്റ് നിങ്ങൾ നോക്കിയാൽ അറിയാം z² minus xy ആണ്. എഫ് വെക്ടറിൽ നോക്കിയാൽ മതി. എഫ് വെക്ടർ നമ്മൾ ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. എഫ് വെക്ടർ
ഇസഡ് സ്ക്വയർ മൈനസ് എക്സ് വൈ, ഇസഡ് സ്ക്വയർ മൈനസ് എക്സ് വൈ അതിൻ്റെ അകത്ത് കൊടുത്താൽ മതിയാവും. അതിൻ്റെ അകത്ത് കൊടുത്താൽ മതിയാവും, കാര്യം കഴിഞ്ഞു. അത് കഴിഞ്ഞു. therefore ഡി എ എക്സിലും വൈയിലുമാണ് ഇന്റഗ്രേഷൻ ഡി എക്സ് ഡി വൈ, ഡി എക്സ് ഡി വൈ. എക്സിന്റെയും വൈന്റെയും കാര്യം തന്നിട്ടുണ്ട്. എക്സ് 0 മുതൽ 1 വരെ, വൈയും 0 മുതൽ 1 വരെ. therefore this is equal to ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ഡബിൾ ഇന്റഗ്രൽ 0 to 1 എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡബിൾ ഇന്റഗ്രൽ 0 to 1. ഒരു കാര്യമുണ്ട്, ഇസഡ് ഈക്വൽ ടു 1 ആണ്, ഇസഡ് ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് നമ്മൾ ഇസഡ് സ്ക്വയറിന് പകരം 1 സ്ക്വയർ എക്സ് വൈ എന്ന് കൊടുക്കണം, ഡി എക്സ് ഡി വൈ. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എക്സിന് 1നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ വൈ 0 to 1, ലിമിറ്റ് 0 to 1, 0 to 1 dy. എക്സിന് 1 കൊടുക്കുമ്പോൾ 1 മൈനസ് 1 സ്ക്വയർ ഇൻറ്റു വൈ, 1 മൈനസ് വൈ, 1 മൈനസ് വൈ. 0 കൊടുക്കുമ്പോൾ 0 മൈനസ് 0 വൈ എന്ന് കിട്ടും, 0 ഇറലവന്റ് ആയി മാറി. 0 to 1 dy. വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വൈ കിട്ടും മൈനസ് വൈ സ്ക്വയർ ബൈ 2 കിട്ടും, ലിമിറ്റ് 0 to 1. നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 മൈനസ് 1 സ്ക്വയർ ബൈ സോറി എക്സ് സ്ക്വയർ ബൈ 2 ഉണ്ട് ഇവിടെ എക്സ് സ്ക്വയർ ബൈ 2 ഉണ്ട്, എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 ആണല്ലോ, സോറി. അപ്പൊ ഇവിടെ വൈ ബൈ 2 ആവും, 1 ലിമിറ്റ് കൊടുക്കുമ്പോൾ വൈ ബൈ 2 ആവും. ഇവിടെ വൈ സ്ക്വയർ ബൈ 4 ആവും, വൈ സ്ക്വയർ ബൈ 4 ആവും, വൈ സ്ക്വയർ ബൈ 4. അപ്പൊ 1 മൈനസ് 1 ബൈ 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 3 ബൈ 4. 1 മൈനസ് 1 ബൈ 4 ഇസ് ഈക്വൽ ടു 3 ബൈ 4. അപ്പൊ നമ്മൾ ടോപ്പിലുള്ള ആളെ കണ്ടുപിടിച്ചു കഴിഞ്ഞു, ടോപ്പിലുള്ള ആളെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. സിമ്പിൾ പരിപാടി. 3 ബൈ 4 ആണ് ഉത്തരം. ഇനി നമുക്ക് നേരെ ബോട്ടത്തിലുള്ള ആളെ കണ്ടുപിടിക്കാം. ബോട്ടത്തിലുള്ള ആളെ കണ്ടുപിടിക്കാൻ പോവാണ്. ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ ബോട്ടം പി ഒ എഫ് വെക്ടർ ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ്. ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു എഫ് വെക്ടർ dot n vector dA r of over the region r of the bottom surface, over the region r of the bottom surface. ബോട്ടത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് z equal to 0, z equal to 0. പൊക്കം ഇല്ലാത്ത അവസ്ഥയാണ്. നിങ്ങൾക്ക് അത് തന്നെ കാണാം. നിങ്ങൾക്ക് ആ സർഫസ് നോക്കുന്നത് z equal to 1 ആണ് ടോപ്പെങ്കിൽ നേരെ താഴെ വന്ന് നിൽക്കുമ്പോൾ പൊക്കം ഇല്ലാത്ത അവസ്ഥയിലാണ് ബോട്ടം വരുന്നത്. അതായത് z equal to 0 ആണ് ബോട്ടത്തിന്റെ ഇക്വേഷൻ. അപ്പൊ z equal to 0 നമ്മുടെ ബോട്ടത്തിന്റെ ഇക്വേഷൻ ആയിട്ട് കൊടുത്തു. ബോട്ടം സർഫസിനുള്ളത് നെഗറ്റീവ് ഓറിയന്റേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നെഗറ്റീവ് ഓറിയന്റേഷൻ ആകുമ്പോൾ n വെക്ടർ ഇസ് ഈക്വൽ ടു ഡോ ജി ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ഇൻറ്റു ജെ മൈനസ് കെ. നെഗറ്റീവ് ഓറിയന്റേഷൻ ആകുമ്പോൾ ഈ ഒരു ചേഞ്ച് വരുമെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സംഭവം z equal to g ആണ്, 0 ആണ്. 0യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 0, 0യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ 0, പിന്നെ അവസാനമുള്ളത് മൈനസ് കെ മാത്രം. n വെക്ടർ മൈനസ് കെ മാത്രം. നമ്മൾ എന്ത് ചെയ്യുന്നു? എഫക്ടറുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. ഇവിടെ എക്സിലും വൈയിലുമാണ്. z equal to ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ്. എക്സിലും വൈയിലും ആയിരിക്കും ഇന്റഗ്രേഷൻ. കെ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടെ എഫിന്റെ കെ കമ്പോണന്റ് മാത്രം എടുക്കുക. എഫിന്റെ കെ കമ്പോണന്റ് മാത്രമേ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ വരത്തുള്ളൂ. മൈനസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇസഡ് സ്ക്വയർ മൈനസ് എക്സ് വൈ ഡി എ ആർ ബോട്ടം, റീജിയൻ ബോട്ടം. Therefore this is equal to z equal to 0 ആണ് നമ്മുടെ ഇക്വേഷൻ. അതുകൊണ്ട് ഈ ആള് 0 ആവും. മൈനസ് അകത്തേക്ക് പോകുമ്പോൾ എക്സ് ഇൻറ്റു വൈ ആവും. ഡി എ എന്ന് പറയുന്നത് ഡി എക്സ് ഡി വൈ. എക്സിന്റെ വേരിയേഷൻ 0 മുതൽ 1 വരെ, വൈയുടെ വേരിയേഷൻ 0 മുതൽ 1 വരെ. എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ വൈ ബൈ 2, ലിമിറ്റ് 0 to 1, ഇന്റഗ്രൽ 0 to 1 dy. Therefore this is equal to 1 കൊടുക്കുമ്പോൾ y by 2 മൈനസ് 0 ആണ്, അത് മൈൻഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഇന്റഗ്രേഷൻ 0 to 1 dy. Therefore this is equal to y square by 2 into 2 4, ലിമിറ്റ് 0 to 1, ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 by 4. ബോട്ടത്തിനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് വന്നത് 1 by 4. ബോട്ടത്തിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് 1 by 4 കിട്ടി. ഓക്കെ, ഫൈൻ.
Now, next surface. Next, ഞാൻ നോക്കുന്നത് റൈറ്റ് സർഫസ് ആണ്. ഇന്റഗ്രൽ ഓവർ ദ റൈറ്റ് സർഫസ് ആർ. റൈറ്റ് സർഫസ് ആർ. റൈറ്റ് സർഫസ് ആർ എഫ് വെക്ടർ ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ്. എഫ് വെക്ടർ ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ്. Therefore, അത് ചേഞ്ച് ആകും. ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ റീജിയൻ ഓഫ് റൈറ്റ് സർഫസ്. റീജിയൻ ഓഫ് റൈറ്റ് സർഫസ് എഫ് വെക്ടർ ഡോട്ട് എൻ വെക്ടർ ഡി എ. ഡി എ. നിങ്ങൾ നോക്കണം, എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് റൈറ്റ് സർഫസ് ആണ്. റൈറ്റ് സർഫസ് ആണ്. റൈറ്റ് സർഫസ് റൈറ്റിലോട്ട് y ആണ് പോകുന്നത്. 1 വരെ പോകും. അതുകൊണ്ട് y ഈക്വൽ ടു 1 ആണ് റൈറ്റ് സർഫസിന്റെ ഇക്വേഷൻ. y ഈക്വൽ ടു 1 ആണ് റൈറ്റ് സർഫസിന്റെ ഇക്വേഷൻ. y ഈക്വൽ ടു 1. സ്വാഭാവികമായിട്ട് ലെഫ്റ്റ് സർഫസ് y ഇല്ലാതെയായി, y 0-മായി. അപ്പൊ y ഈക്വൽ ടു 0 ആയിരിക്കും ലെഫ്റ്റ് സർഫസിന്റെ ഇക്വേഷൻ. റൈറ്റ് സർഫസിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു 1 ആണ്. പോസിറ്റീവ് ഓറിയന്റേഷൻ ആണ്. അപ്പൊ ഞാൻ ആ കാര്യം അവിടെ മെൻഷൻ ചെയ്യുന്നു. y ഈക്വൽ ടു 1 ആണ് ഇക്വേഷൻ. y ഈക്വൽ ടു 1 ആണ് ഇക്വേഷൻ. പോസിറ്റീവ് ഓറിയന്റേഷൻ ആണ് താനും. അതായത് y is equal to ഫംഗ്ഷൻ ഓഫ് എക്സ് സെഡ് എന്ന് വരും. അപ്പോ n വെക്ടറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോ ജി ബൈ ഡോ എക്സ് ഇൻറ്റു ഐ മൈനസ് ഉണ്ട്, പ്ലസ് ജെ മൈനസ് ഡോ ജി ബൈ ഡോ ഇസഡ് ഇൻറ്റു കെ. വൈയുടെ ടേം, വൈ എന്ന് പറയുന്നത് ജെയിലാണല്ലോ, ജെ കമ്പോണന്റ് ആണല്ലോ. അതുകൊണ്ട് അവിടെ മാത്രം എന്ത് കിട്ടും? ജെ ഒന്നുമില്ല. പകരം ഡോ ജി ബൈ ഡോ ഐ മൈനസ് ഡോ ജി ബൈ ഡോ എക്സ് ഇൻറ്റു ഐ മൈനസ് ഡോ ജി ബൈ ഡോ ഇസഡ് ഇൻറ്റു കെ. നിങ്ങൾക്കറിയാം y ഈക്വൽ ടു 1 ആണ്. 1ന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 0 ആണ്. 1ന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡും 0 ആണ്. അതുകൊണ്ട് എൻ ക്യാപ്പ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ജസ്റ്റ് ജെ. ജെ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അത് എഫ് വെക്ടർ നിങ്ങൾക്ക് അറിയാം. അത് ഐ ജെ കെ കമ്പോണന്റ് ഉണ്ട്. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ജെ കമ്പോണന്റ് മാത്രമേ ബാക്കി ഉണ്ടാകത്തുള്ളൂ. ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ റീജിയൻ ഓഫ് ദ റൈറ്റ് സർഫസ് ഇൻറ്റു വൈ സ്ക്വയർ മൈനസ് എക്സ് സെഡ് ഡി എ. എക്സ് സെഡ് ഡി എ. y ഈക്വൽ ടു 1 ആണ്. y ഈക്വൽ ടു 1 ആയതുകൊണ്ട് 1 സ്ക്വയർ 1 ഇൻറ്റു എക്സ് സെഡ്. ഫംഗ്ഷൻ എക്സിലും ഇസഡിലുമാണ്. therefore dx dz. dx dz. എക്സിന്റെ വാല്യൂ 0 മുതൽ 1 വരെ, അത് ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അഗെയിൻ ഇവിടെയും 0 to 1. എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. കോൺസ്റ്റന്റ് 1 കോൺസ്റ്റന്റ് ആണ്, അത് എക്സ് ആകും. ബാക്കി ഇവിടെ എക്സ് സ്ക്വയർ ഇസഡ് ബൈ 2 ആകും. ലിമിറ്റ് 0 to 1 dz. ലിമിറ്റ് കൊടുക്കുന്നു 1 മൈനസ് ഇസഡ് ബൈ 2. ഇസഡ് ബൈ 2 ഇന്റഗ്രൽ 0 to 1 dz. ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇസഡ് മൈനസ് ഇസഡ് സ്ക്വയർ ബൈ 4. ലിമിറ്റ് 0 to 1. അപ്ലൈ ചെയ്യുന്നു 1 മൈനസ് 1 ബൈ 4. ദാറ്റ് ഇസ് ഈക്വൽ ടു 3 ബൈ 4. ടോപ്പ് സർഫസിന് എന്ത് ഉത്തരം കിട്ടിയോ അത് തന്നെ കിട്ടി, 3 ബൈ 4. ടോപ്പ് സർഫസിന് കിട്ടിയ ഉത്തരം എന്താണോ അത് തന്നെ നമുക്ക് കിട്ടി. കഴിഞ്ഞു. അപ്പൊ ഇനി ടോപ്പ് സർഫസ് ഇപ്പൊ റൈറ്റ് സർഫസ് കഴിഞ്ഞു. നമുക്ക് ഇനി ലെഫ്റ്റ് സർഫസ് നോക്കാം. ലെഫ്റ്റ് സർഫസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ഓഫ് ദ ലെഫ്റ്റ് സർഫസ് എഫ് വെക്ടർ ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ്. ഇത് ചേഞ്ച് ആകും. ഇന്റഗ്രൽ ഓവർ ദ റീജിയൻ ഓഫ് ലെഫ്റ്റ് സർഫസ് എഫ് വെക്ടർ ഡോട്ട് എൻ വെക്ടർ ഡി എ. വെക്ടർ ഡി എ. ഇക്വേഷൻ y ഈക്വൽ ടു 0 ആണെന്ന് ഞാൻ നേരത്തെ എഴുതി തന്നു. നേരത്തെ ഞാൻ മാർക്ക് ചെയ്ത് തന്നു. y ഈക്വൽ ടു 0 ആണ് അയാളുടെ ഇക്വേഷൻ. y ഈക്വൽ ടു 0 ആണ്. നെഗറ്റീവ് ഓറിയന്റേഷൻ ആണ്. റൈറ്റ് ലെഫ്റ്റിലേക്കുള്ളത് നെഗറ്റീവ് ഓറിയന്റേഷൻ ആണ്. അതുകൊണ്ട് n വെക്ടർ എന്ന് പറയുന്നത് ഡോ ജി ബൈ ഡോ എക്സ് ഇൻറ്റു ഐ മൈനസ് ജെ പ്ലസ് ഡോ ജി ബൈ ഡോ ഇസഡ് ഇൻറ്റു കെ. This is a function of x and z. പൂജ്യത്തിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 0 ആണ്. പൂജ്യത്തിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡും 0 ആണ്. അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് മൈനസ് ജെ. ഇവിടെ എഫ് വെക്ടറുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ജെ കമ്പോണന്റ് മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ ഒരു നെഗറ്റീവ് കൂടെ വരും. അതുകൊണ്ട് മൈനസ് വൈ സ്ക്വയർ മൈനസ് എക്സ് സെഡ് ഇൻറ്റു ഡി എ of region of the left surface. Therefore this is equal to y. യുടെ വാല്യൂ 0 ആണ്. y സ്ക്വയർ 0 ആണ്. മൈനസ് അകത്തേക്ക് പോകുമ്പോൾ x z ആവും. ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു x ആൻഡ് z.
എക്സിന്റെ വേരിയേഷൻ 0 മുതൽ 1 വരെ, ഇസഡിന്റെ വേരിയേഷൻ 0 മുതൽ 1 വരെ. എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ഇസഡ് ബൈ 2 ലിമിറ്റ് 0 to 1 dz. നമ്മൾ 0 to 1 കൊടുക്കുമ്പോൾ that will be z by 2 integral 0 to 1 dz. Therefore this is equal to z square by 4 limit 0 to 1. Therefore this is equal to 1 square by 4 1 by 4. നമ്മൾ ലെഫ്റ്റ് സർഫസിന്റെ കണ്ടുപിടിച്ച് 1 by 4, ലെഫ്റ്റ് സർഫസിന്റെ കണ്ടുപിടിച്ച് 1 by 4. ഇനി നമുക്കുള്ളത് ഫ്രണ്ടും ബാക്കും ആണ്, ഫ്രണ്ടും ബാക്കും ആണ്. അപ്പൊ നമ്മൾ ഫ്രണ്ട് സർഫസും ബാക്ക് സർഫസിന്റെ കാര്യത്തിലേക്ക് പോകുന്നു. ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ ഫ്രണ്ട് സർഫസ് എഫ് വെക്ടർ ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ്. സോ ആസ് ഓൾവേസ് വി ഹാവ് എ ഫോർമുല, റീജിയൻ ഓഫ് ദ ഫ്രണ്ട് സർഫസ് എഫ് വെക്ടർ ഡോട്ട് എൻ വെക്ടർ ഡി എ. ഫ്രണ്ട് സർഫസിനെ പറ്റി നമുക്ക് നോക്കാം, ഫിഗറിൽ തിരിച്ചു പോയി നോക്കാം. ഫ്രണ്ട് സർഫസിനെ പറ്റി, ഫ്രണ്ട് സർഫസ് നിങ്ങൾ നോക്കണം, ഫ്രണ്ടിലേക്ക് ഇരിക്കുകയാണ്. ഫ്രണ്ടിലേക്ക് ഇരിക്കുന്നത് എക്സ് ആണ്, എക്സ് ആണ് ഫ്രണ്ടിലേക്ക് ഇരിക്കുന്നത്, അതായത് എക്സ് ഈക്വൽ ടു 1. ഫ്രണ്ട് സർഫസിന്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു 1. ബാക്ക് സർഫസിന്റെ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0. ഫ്രണ്ട് സർഫസിന് പോസിറ്റീവ് ഓറിയന്റേഷൻ ആണ്, ബാക്ക് സർഫസിന് നെഗറ്റീവ് ഓറിയന്റേഷൻ ആണ്, നെഗറ്റീവ് ഓറിയന്റേഷൻ ആണ്. അപ്പോ അതുവഴി കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. ഇപ്പൊ ചെയ്തതുപോലെ തന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നു. Therefore നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 1 ആണ്. ഫംഗ്ഷൻ ഓഫ് വൈ ആൻഡ് ഇസഡ് ആയിട്ടാണ് ഇയാളെ കാണുന്നത്. എൻ വെക്ടർ എന്ന് പറയുന്നത് ഐ മൈനസ് ഡോ ജി ബൈ ഡോ വൈ ഇൻറ്റു ജെ മൈനസ് ഡോ ജി ബൈ ഡോ ഇസഡ് ഇൻറ്റു കെ. പോസിറ്റീവ് ഓറിയന്റേഷൻ ഇതാണ് ഇക്വേഷൻ, പോസിറ്റീവ് ഓറിയന്റേഷൻ ഇതാണ് ഇക്വേഷൻ. Therefore n vector is equal to I only. അപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഐ കമ്പോണന്റ് മാത്രമേ വരത്തുള്ളൂ. ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ റീജിയൻ ഓഫ് ദ ഫ്രണ്ട് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ ഇസഡ്, എക്സ് സ്ക്വയർ മൈനസ് വൈ ഇസഡ് ഡി എ. എക്സ് 1 ആണ്, അപ്പൊ എക്സ് സ്ക്വയർ 1 ആണ്. Therefore 1 മൈനസ് വൈ ഇസഡ്. ഫംഗ്ഷൻ വൈയിലും ഇസഡിലുമാണ്, അതുകൊണ്ട് ഡി വൈ ഡി ഇസഡ്. വൈയുടെ വേരിയേഷൻ 0 മുതൽ 1 വരെ, ഇസഡിന്റെ വേരിയേഷനും 0 മുതൽ 1 വരെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. സെയിം ഇന്റഗ്രേഷൻ ചെയ്യുന്നു. y മൈനസ് വൈ സ്ക്വയർ ഇസഡ് ബൈ 2, വൈ സ്ക്വയർ ഇസഡ് ബൈ 2 ലിമിറ്റ് 0 to 1 ഇന്റഗ്രൽ 0 to 1 dz. So this is equal to 1 minus z by 2, 1 minus z by 2 0 to 1 dz. Therefore this is equal to z minus z square by 4 limit 0 to 1, 1 minus 1 by 4, that is 3 by 4, that is 3 by 4. കഴിഞ്ഞു. ഫ്രണ്ടിൻ്റെതും കണ്ടുപിടിച്ചു. 3 by 4 നേരത്തെ വന്ന ഉത്തരം പോലെ തന്നെ വരുന്നു. ഇനി അടുത്ത ബാക്ക് സർഫസിൻ്റെത് കണ്ടുപിടിക്കുന്നു. ബാക്ക് സർഫസിന്റെ ഇക്വേഷൻ ഇന്റഗ്രൽ ഓവർ ബാക്ക് സർഫസ് എഫ് വെക്ടർ ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ് is equal to double integral over the region of back surface f vector dot n vector dA. Surface and equation ഞാൻ already എഴുതി തന്നു. x equal to 0. This is considered to be a function of x and z. Therefore n vector and equation negative orientation ആണ്. അതുകൊണ്ട് minus I plus dou g by dou y into j plus dou g by dou z into k. Z into k. Therefore n vector is equal to, ഇവിടെ 0 ആണ് വരുന്നത്, ഡോ ജി ബൈ ഡോ വൈ ഡോ ജി ബൈ ഡോ ഇസഡ് 0 ആവും. Therefore this is going to be minus I itself. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിന്റെ ഐ കമ്പോണന്റ് മാത്രമേ വരത്തുള്ളൂ. ഐ കമ്പോണന്റിൽ ഇവിടെ നെഗറ്റീവ് വരും, മൈനസ് എക്സ് സ്ക്വയർ വൈ ഇസഡ് ഡി എ region of the back surface. Therefore this is equal to ഡബിൾ ഇന്റഗ്രൽ എക്സിന്റെ വാല്യൂ 0 ആണ്, മൈനസ് അകത്തേക്ക് കയറി വൈ ഇസഡ് ആകുന്നു, ഡി വൈ ഡി ഇസഡ്. ഇസഡിന്റെ വേരിയേഷൻ 0 മുതൽ 1 വരെ, വൈയുടെ വേരിയേഷൻ 0 മുതൽ 1 വരെ, ഇസഡിന്റെ വേരിയേഷൻ 0 മുതൽ 1 വരെ. Therefore this is equal to y square z by 2 limit 0 to 1 integral 0 to 1 dz. Therefore this is equal to z by 2 integral 0 to 1 dz. This is equal to z square by 4, z square by 4 limit 0 to 1. This is equal to 1 by 4. എല്ലാം കിട്ടി.
ഓക്കെ, എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഫൈനൽ ആൻസറിലേക്ക് പോകാം. നമുക്ക് വേണ്ടത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ ഹോൾ സർഫസ് എഫ് വെക്ടർ ഡോട്ട് എൻ ക്യാപ് ഡി എസ്. ഓരോ സർഫസിലും നമ്മൾക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആദ്യം നമുക്ക് 3/4 കിട്ടി, പിന്നെ നമുക്ക് 1/4 കിട്ടി, പിന്നെ നമുക്ക് വീണ്ടും 3/4 കിട്ടി, വീണ്ടും നമുക്ക് 1/4 കിട്ടി, പിന്നെയും 3/4, പിന്നെയും 1/4. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് വെക്കുന്നു. 3 + 1 + 3 + 1 + 3 + 1 12/4. ആസ് എക്സ്പെക്ടഡ് 3 കിട്ടി. ആസ് എക്സ്പെക്ടഡ് 3 കിട്ടി. നമ്മൾ ഇതാണ് എക്സ്പെക്ട് ചെയ്ത ഉത്തരം. ഡൈവേർജൻസ് വെച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 3 എന്ന ഉത്തരമാണ്. 3 എന്ന ഉത്തരമാണ്. ഇത് തന്നെ ഇവിടെ വീണ്ടും കിട്ടി. കഴിഞ്ഞു. Therefore, Gauss divergence theorem verified. Theorem verified. നോക്കണം, ഗോസ് ഡൈവേർജൻസ് തിയറത്തിന്റെ ഉപയോഗം മനസ്സിലാക്കണം. ഗോസ് ഡൈവേർജൻസ് തിയറം വെച്ചിട്ട് നമ്മൾ ഒരു പേജിൽ ആൻസർ നിർത്തിയതായിരുന്നു. പെട്ടെന്ന് നമുക്ക് ഡൈവേർജൻസ് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ പറ്റി. പക്ഷെ അല്ല, ബേസിക് ഫോർമുല വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എത്ര പേജ് ചെയ്യേണ്ടി വന്നു എന്ന് നിങ്ങൾക്ക് കാണാവുന്നതേ.